ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മളുണ്ടല്ലോ ഇന്നലെ ചക്ക നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടാവും. പക്ഷെ ഇന്നലെ വൈകിട്ട് നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒറ്റപ്പാലം വരെ പോയി. അപ്പൊ പോയി വന്നപ്പോൾ നമുക്ക് പിന്നെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിച്ചല്ലോ. അപ്പൊ പിന്നെ വേണ്ട, ഒന്നും വെക്കണ്ട. പിന്നെ രാവിലത്തെ നമ്മൾ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ചക്ക അങ്ങനെ ഇരിപ്പാണേ. അപ്പൊ ഞാൻ ഇത് ഒന്ന് വറുക്കാനൊക്കെ നോക്കി. പക്ഷെ എന്താ വെച്ചാ ഇത് വറുക്കാൻ പറ്റിയ ചക്കയല്ല കേട്ടോ. നല്ല പഞ്ഞി പോലെ കിടക്കുക. അപ്പൊ പിന്നെ ഞാനുണ്ടല്ലോ 2-3 ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതവിടെ നിർത്തിയേ. അപ്പൊ നമുക്ക് പുഴുക്കന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ നേരാക്കി വെച്ചല്ലോ. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇന്നലെ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ച് കാന്താരി ഒക്കെ പറിച്ചു വെച്ചു. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമുക്കത് ഉണ്ടാക്കാമല്ലോ. രാവിലെ തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ മത്തിക്കറി ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ അതും കൂട്ടിയാൽ ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ രാവിലെ ഉണ്ടാക്കി വെക്കും. അപ്പൊ എനിക്ക് ഇനി ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ. അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. സാധാരണയായിട്ട് നമ്മളുണ്ടല്ലോ ചക്കപ്പുഴുക്കുണ്ടല്ലോ എപ്പോഴും വൈകിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. രാവിലെ ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്ന രാവിലെ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഇന്നലെ നേരാക്കി വെച്ചതാണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തത് 2-3 ദിവസം മുന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയാം, ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോയിൽ ചക്ക നമ്മൾ നേരാക്കണതുണ്ടായിരുന്നു. ആ ചക്ക തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എടുത്ത് അങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ദോശമാവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ് എണീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴേക്കും ഉച്ചത്തെ ഭക്ഷണം കൊടുക്കാറായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടി ചക്ക പുഴുങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ. ഇന്നലത്തെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഇരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലേറ്റായിട്ട് എന്തെങ്കിലും ചെറിയൊരു കറി മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്കിട്ട് ഉപ്പ് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് വെച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് കഴുകി എടുക്കാറാണ് പതിവ്. പിന്നെ തേങ്ങ ചിരണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാന്താരി, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചേ. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ എളുപ്പത്തിൽ ചക്ക പുഴുങ്ങാറോ മതി കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് കലത്തിലൊക്കെ ഇട്ട് പുഴുങ്ങിയാൽ മതി. ഞാൻ കുക്കറിൽ വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പുഴുക്കുണ്ടൊക്കെ എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അറിയൊന്നുമില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നമ്മുടെ എരിശ്ശേരി ഉണ്ടാക്കുക, ഇവിടങ്ങളിൽ ചക്കപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെയും ഇവിടുത്തെയും ഒന്നും അറിയില്ല. കാരണം എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ചക്കപ്പുഴുക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ചേട്ടനും ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ ഇട്ട് വെച്ചു കേട്ടോ. നമ്മുടെ ചക്ക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇത്തിരി വെള്ളം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കുരുമുളക്, ജീരകം, അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി അതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അരയ്ക്കണ്ട കേട്ടോ, നമ്മൾ അവിയലിനൊക്കെ ചതക്കില്ല അതുപോലെ ചതച്ച് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവന്നത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഉണ്ടല്ലോ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ നോക്കാറില്ല, ഏകദേശം ഒരു അളവിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിൽ നമ്മൾ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുകയാണ്. ഇനി നമുക്ക് തക്കാളി കറി വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരമായിട്ട് ഇട്ട് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതൊരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറിയ ഇതായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയും വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ മേമയിൽ നിന്നാണ് കേട്ടോ. അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഒരു ദിവസം പോയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട കേട്ടോ. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്കയുടെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ ഇന്നലത്തെ മീൻകറി നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാറില്ല കേട്ടോ കറികളധികം. മീൻകറിയും മോരുകറിയൊക്കെയാണ് നമുക്ക് 2-3 ദിവസം നിൽക്കാം കേട്ടോ. ആ സാധനങ്ങളൊക്കെ ഞാൻ ചൂടാക്കി എടുക്കുക പതിവ്. സാധാരണ ഫ്രിഡ്ജിൽ ഞാൻ വെക്കൽ കുറവാണ് കേട്ടോ തീരെ. അപ്പോൾ ചക്കപ്പുഴുക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒരു ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കേട്ടോ. ഞാൻ കടുക് പൊട്ടിക്കാൻ മറന്നു, എന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ പൊട്ടിച്ചത്. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ
പകുതിക്ക് വെച്ചിട്ട് മറന്ന കാരണം കൊണ്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. ഞാനതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയിലും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചക്കക്കുരു ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് കയറ്റി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് മുകളിലാണ് ഇഷ്ടംപോലെ പണി ഉണ്ടാവുക എപ്പോഴും കേട്ടോ. നമുക്ക് താഴെ അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ മുകളിലായിരിക്കട്ടെ മിക്കവാറും പണി. അപ്പോൾ ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ കൊടുന്ന് വാഷിംഗ് മെഷീനിലിട്ടു. അതിന് ശേഷം ചെടികൾ 2-3 ദിവസമായിട്ട് വെയിലാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ കിട്ടുന്നതുകൊണ്ട് ഇപ്പം നനയ്ക്കൽ കുറവാണ്. അപ്പോൾ ഇപ്പം നല്ല വാടി നിൽക്കുന്നുണ്ട് കേട്ടോ. മുന്നേയൊക്കെ നമുക്കിവിടെ നിറയെ ചെടികൾ അതുപോലെ തന്നെ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടൻ എന്താ വർക്ക് സൈറ്റിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് പൈപ്പൊക്കെ നാശമാക്കി കൊണ്ടുവിട്ടു. അത് കാരണം ഇപ്പം പിന്നീട് നമ്മൾ ചെടികൾ പോയപ്പോൾ പിന്നെ ആ പൈപ്പൊന്നും എവിടെയാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കുറച്ച് ചെടികൾ വന്ന കാരണം കൊണ്ട് പിന്നെ നമുക്ക് ബക്കറ്റിൽ തന്നെ എടുത്ത് നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നനയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു അരിനെല്ലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം മാത്രമേ അതിൽ കായ്ച്ചിട്ടുള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെച്ച എല്ലാം അതും നല്ലപോലെ കായ്ക്കാറുണ്ട് കേട്ടോ. ഒരു റംബൂട്ടാനും കായ്ച്ചിട്ടില്ല. അതുപോലെ ഈ ഒരു അരിനെല്ലി അധികം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാനായിട്ട് ഇങ്ങനെ നോക്കിക്കണേ. അത് കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ ഇട്ട് ഒന്ന് അലക്കാനിട്ടു. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മല്ലി മുളകൊക്കെ നമുക്ക് ശരിക്കും ഉണങ്ങി പൊടിപ്പിക്കാറായിട്ടില്ല കേട്ടോ. ഒന്നും കൂടി ഇടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നും കൂടി നമുക്കത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ടെറസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ 2-3 പച്ചമുളകെങ്കിലും പറിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറില്ല കേട്ടോ. ഒരു പിടി പച്ചമുളക് എന്നും നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതും പറിച്ചതിന് ശേഷം ഞാൻ താഴേക്ക് വരികയാണ് കേട്ടോ. താഴെ വന്നതിന് ശേഷം നമ്മുടെ പച്ചമുളകൊക്കെ എടുത്തു വെച്ചു. എനിക്ക് എപ്പോഴും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡെയിലി നമുക്ക് ഇത്രയും കിട്ടാറുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. കുറച്ച് പച്ചച്ചക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ആണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ അങ്ങ് കഴിക്കുകയല്ലേ വേണ്ടുള്ളൂ വെച്ചിട്ടാണ്. എനിക്ക് പുഴുങ്ങിയ ചക്ക കഴിക്കണേക്കാൾ ഇഷ്ടം പച്ചച്ചക്ക ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുൻവശത്തെ ഈ ഒരു ചെടി ഉണ്ടല്ലോ കുറേ കാലങ്ങളായി നമ്മൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മാത്രം അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. പക്ഷേ അതിൽ നിറയെ പുഴുക്കേട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബൊഗൈൻ വില്ല ഉണ്ടല്ലോ, നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ട് ഈ ബൊഗൈൻ വില്ല വെട്ടണത്. എന്ത് ഭംഗിയിൽ അങ്ങ് നിൽക്കുന്ന ഉണ്ടായിരുന്നു. അത് വെട്ടുമ്പോൾ ഞാൻ കുറേ വിഷമിച്ചതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കരിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ചേട്ടൻ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിയിട്ട് എല്ലാം നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് തളിർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും ഇത് ചട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും വലുതാണെങ്കിലും അത് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഞാൻ അങ്ങനെ മാറ്റിയിട്ടില്ല. നമുക്ക് എവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ ഇപ്പോൾ അത് മാറ്റാനും പറ്റും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കിളികൾ അതേ അവിടെ എന്താ പറയുക, കിളികൾ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കട്ടെ എപ്പോഴും. അതിൻ്റെ സൗണ്ടാണ് നമ്മുടെ വീട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പിന്നെ കാന്താരി കുറച്ചും കൂടെ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാന്താരിയും കൂടെ പറിക്കാൻ പോയേ. അപ്പോൾ നോക്കുമ്പോണ്ട് നമ്മുടെ കാന്താരിക്ക് കൊടുത്ത ഊന്നുവടി ഇങ്ങോട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ചേട്ടൻ ചെയ്തതാണ് കേട്ടോ, ഞാനല്ല. അപ്പോൾ എന്തായാലും അത് മറിഞ്ഞ് കിടക്കണ കണ്ടാൽ നമ്മളത് ചെയ്യണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചവരത്തേക്കുള്ള ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വൃത്തിയാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ പിന്നെ ഉണ്ടാവുക. അത് ഞാൻ മിക്കവാറും ഇതിൽ കാണിക്കാറില്ല, ചില ദിവസങ്ങൾ മാത്രമേ കേട്ടോ കാണിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ചായ കുടിക്കണം തോന്നുന്നു, ഇടയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോഫിയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇടയ്ക്ക് കോഫി കുടിക്കും, അതുപോലെ തന്നെ ഇടയ്ക്ക് ചായ കുടിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ചക്കപ്പുഴുക്കൊക്കെ എടുത്തു വെച്ചു. മീൻകറി സ്വതവേ ഞാൻ ഇങ്ങനെ മീൻകറി ഒന്നും കഴിക്കില്ല. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പിന്നെ ഇതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി മത്തിക്കറി ഒഴിച്ച് കുറച്ച് ചിക്കനും ഇട്ട് കൊടുത്തു കേട്ടോ. ചേട്ടൻ്റെ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പുറത്ത് വണ്ടി വന്നിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഉള്ളിലേക്ക് വന്നില്ലല്ലോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെയാണ്, സൈഡിലേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടേക്ക് നിന്നതിന് ശേഷം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ദയ വരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൊടുത്തിട്ട് ആൾ നല്ലതാണെന്ന് പറയുന്നതിന് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ലപോലെ കുറ്റവും പറയാറുണ്ട് കേട്ടോ, ഉള്ളതുപോലെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ആളങ്ങനെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. അതാണ് അങ്ങനെ ഞാൻ ചായ എടുത്തിട്ട് പോയിട്ട് അങ്ങനെ കഴിക്കുവാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ കഴിക്കുമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് കഴിക്കണം. അതുപോലെ തന്നെ ചായയുടെ കൂടെ ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിക്കും കേട്ടോ. ചായയും കോഫിയൊക്കെ അഡിക്റ്റാണ് ഞാൻ കുറച്ച്. അപ്പോൾ അതൊക്കെ മാറ്റണം കേട്ടോ. സാധാരണ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നവരെ ചായയും ഒന്നും കുടിക്കാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ചായ ഇല്ലാണ്ട് എനിക്കൊരു നേരം പോലും പറ്റാത്തൊരു അവസ്ഥയായി കേട്ടോ. ഒരു നേരമല്ല, ഞാൻ 2 നേരമാണ് കഴിക്കുന്നത്. ആ 2 നേരം ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം
കേട്ടോ ഞാൻ കഴിക്കുന്നത്. കാരണം അതൊക്കെ ചേട്ടന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചക്കയുടെ ഭാഗം മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള കറികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ